ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. മീര പറയുകയാണ്, ആതിര ആ കാര്യമെല്ലാം മറന്നതുകൊണ്ടല്ലേ അജയനുമായിട്ടുള്ള വിവാഹത്തിന് അവൾ സമ്മതിച്ചത്. കൂടാതെ അവർ രണ്ടുപേരും തങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെയുള്ളവർക്ക് എന്താ? അത്രയും പറഞ്ഞുകൊണ്ട് മീര അകത്തേക്ക് പോകുമ്പോൾ മാഷ് പറയുകയാണ്, മീര പറഞ്ഞത് ശരി തന്നെയാ. അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനം പറയാം. നാളെ ഇവിടുന്ന് എല്ലാവരും നെല്ലിശ്ശേരിയിലേക്ക് പോകുന്നു, അത്ര തന്നെ. പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ്. നന്ദൻ തന്നെ രക്ഷിച്ച ആളോട് ചോദിക്കുകയാണ്, സാർ എന്തായി? ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാറ് അന്വേഷിച്ചോ? അതൊക്കെ ഞാൻ അന്വേഷിച്ചു. താനെന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സേതുമാധവന്റെ മൂത്ത മകൻ നന്ദനല്ലേ താൻ? വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുൾപ്പെടെ എന്തൊക്കെ കള്ളങ്ങളാ താൻ എന്നോട് പറഞ്ഞത്? ഇതൊക്കെ കേൾക്കുന്ന നന്ദൻ തല കുനിച്ചു നിൽക്കുകയാണ്. ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, എനിക്കറിയാമായിരുന്നു സാറ് പോയി തിരിച്ചു വരുമ്പോ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാകും വരിക എന്ന്. അച്ഛനുമായിട്ട് വഴക്കിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ നന്ദൻ. അത്രമാത്രമേ എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എന്നെക്കുറിച്ച് അറിയൂ. ഞാൻ ഇന്നെന്താണെങ്കിലും തിരികെ എൻ്റെ നാട്ടിലേക്ക് പോവുകയാ. എനിക്കെൻ്റെ അച്ഛനെയും സച്ചിയെയും ഒക്കെ കാണണമെന്ന് നന്ദൻ പറയുമ്പോൾ അയാൾ പറയുകയാണ്, നന്ദൻ ഇനി പോയിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് തൻ്റെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഒരു ഗൾഫ് ടൂറ് പോയിരിക്കുകയാണെന്നാ. എന്താണെങ്കിലും തൻ്റെ വീട്ടിലുള്ളവര് തിരിച്ചു വരട്ടെ, എന്നിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ താൻ ചെന്ന് പെടുന്നത് തൻ്റെ ശത്രുക്കളുടെ മുന്നിലായിരിക്കും. ഇത് കേൾക്കുന്ന നന്ദൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഓഫീസിൽ നിന്നും സച്ചി തിരികെ വരുമ്പോൾ അർച്ചനയോട് ചോദിക്കുകയാണ്, എന്തായി? താൻ സന്ദീപിനോട് കാര്യങ്ങൾ ചോദിച്ചു? ഞാൻ ചോദിച്ചു, പക്ഷേ അവന് പറഞ്ഞത് തന്നെ മാത്രമേ പറയാനുള്ളൂ. അവന് ആതിരയെ വേണ്ട, അനഘയെ മതിയെന്ന്. അതവന്റെ തീരുമാനമാണെന്നും നാളെ ഒരു ദിവസം കൂടിയേ നമ്മുടെ മുന്നിലുള്ളെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, എനിക്ക് ഞാൻ പറഞ്ഞത് തന്നെയാ പറയാനുള്ളത്. അവനെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അത്ര തന്നെ. തുടർന്ന് സച്ചി പറയുകയാണ്, ഈ വിവാഹത്തിന് അവന് പൂർണ്ണ സമ്മതമാണോ എന്നും കൂടാതെ ആതിരെ മറക്കാൻ അവൻ തയ്യാറാണോ എന്നും അറിയാൻ വേണ്ടി ഞാനൊരു സൂത്രം കണ്ടുവച്ചിട്ടുണ്ട്. എന്താണതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി തന്റെ ബാഗിൽ നിന്നും ഒരു പേപ്പറും പേനയും എടുത്തിട്ട് പറയുകയാണ്, ഇത് നമ്മുടെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ്. ഇവിടെയും നമ്മൾ തോറ്റുപോയാൽ പിന്നെ എല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കൂ. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചനയും കൂട്ടിക്കൊണ്ട് സന്ദീപിന്റെ മുറിയിലേക്ക് പോവുകയാണ് സച്ചി. തുടർന്ന് സന്ദീപിനോട് ചോദിക്കുകയാണ്, നിന്റെ ചേട്ടൻ എന്ന നിലയിലും നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ എന്ന നിലയിലും ഞാൻ നിന്നോട് അവസാനമായി ചോദിക്കുകയാണ്, നീ ആതിരയെ മറക്കാൻ തയ്യാറാണോ? ആതിരയെ ഉപേക്ഷിച്ച് അനഘയെ സ്വീകരിക്കാൻ തന്നെയാണോ നിന്റെ ഇപ്പോഴത്തെ തീരുമാനവും? തുടർന്ന് അർച്ചനയും പറയുകയാണ്, ഞാനിത് അവസാനമായിട്ടാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിന്റെ മുന്നിലേക്ക് വരുന്നത്. നിന്റെ അഭിപ്രായം എന്താണെങ്കിലും നീ ഇപ്പോൾ തന്നെ തുറന്നു പറയണം. ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് സന്ദീപ് പറയുമ്പോൾ സച്ചി പറയുകയാണ്, എങ്കിൽ അനഘയുമായിട്ടുള്ള വിവാഹത്തിന് മുന്നേ ആതിരയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ അവസാനിപ്പിക്കണം. മനസ്സിൽ നിന്നെടുത്ത് കളയാനും മറന്നു കളയാനും നിനക്ക് എളുപ്പം സാധിച്ചെന്ന് വരും. ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സന്ദീപ്. എന്താണെങ്കിലും നീ അനഘയെ വിവാഹം ചെയ്യാൻ പോകുന്ന സ്ഥിതിക്ക് നിയമപരമായി തന്നെ നീയും ആതിരയും ബന്ധം പിരിയണം. അതുകൊണ്ട് ദാ ഈ ഡിവോഴ്സ് നോട്ടീസിൽ നീ ഒപ്പിട്ട് നൽകണമെന്ന് പറഞ്ഞ് സച്ചി ഡിവോഴ്സ് പേപ്പർ സന്ദീപിന്റെ നേരെ നീട്ടുകയാണ്. ആതിരയെ കൊണ്ട് ഞാൻ പിന്നെ സൈൻ ചെയ്യിപ്പിച്ചോളാം, ഇപ്പോൾ നീ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് സച്ചി പേപ്പർ കൊടുക്കുമ്പോൾ സച്ചിയുടെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങുകയാണ് സന്ദീപ്. ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. താനും ആതിരയും തമ്മിൽ വിവാഹം കഴിച്ച കാര്യമെല്ലാം തന്നെ സന്ദീപ് ഓർക്കുന്നു. തുടർന്ന് സന്ദീപ് ആ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ സച്ചി പറയുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ ആതിരയുടെ കണ്ണീരിനെല്ലാം നീ ഉത്തരം പറയേണ്ടി വരും സന്ദീപേ. എന്താണെങ്കിലും എൻ്റെ അനിയൻ നന്നായി ജീവിച്ച് കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് സച്ചി ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് പോകുമ്പോൾ സന്ദീപ് ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പറിലേക്ക് നോക്കി വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന അനഘയാണ്. ഇത് കാണുന്ന അവന്തിക വന്ന് കാരണം ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്, അത് പിന്നെ ചേച്ചി, ഈ വിവാഹത്തിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷനാണ്. അന്ന് നടന്ന പോലെ എന്തെങ്കിലും നടക്കുമോ എന്നുള്ള പേടിയെന്ന് തന്നെ പറയാം. എൻ്റെ മോളെ, നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. സന്ദീപിനെ ഈശ്വരൻ കൊണ്ടുപോയാലും ഈശ്വരന്റെ കയ്യിൽ നിന്നും ഞാൻ സന്ദീപിനെ നിനക്ക് വാങ്ങിത്തരും. ചേച്ചി, ഈ വിവാഹം കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് അനഘ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് വേണം ഇവിടെയുള്ള എല്ലാവരെയും വേരോടെ പിഴുത് എനിക്കറിയാൻ. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും അർച്ചനയുമാണ്. അർച്ചന പറയുകയാണ്, എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ എൻ്റെ അനിയത്തിയുടെ ജീവിതവും ആകാൻ പോകുന്നു. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, എനിക്കറിയാം, ഞാനും സന്ദീപും ആതിരയ്ക്കും തനിക്കും സ്നേഹത്തേക്കാൾ കൂടുതൽ വേദനകളും വിഷമങ്ങളും മാത്രമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈ ലോകത്ത് ആരെക്കാളുമേറെ ഞാൻ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്
സച്ചി പറയുമ്പോൾ സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് അർച്ചന. സച്ചിയേട്ടാ, ഞാൻ കുറ്റം പറഞ്ഞതല്ല. ഇത് വിധിയാണെങ്കിലും അല്ലെങ്കിലും ചോദ്യചിഹ്നമാകുന്നത് ആതിരയുടെ ജീവിതമല്ലേ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക അർച്ചനയുടെ കയ്യിലേക്ക് ഒരു കവർ നൽകി പറയുകയാണ്, ഇതേ എൻ്റെ അനിയത്തി അനഘയുടെ വിവാഹത്തിന് വരുമ്പോൾ നീ ഉടുക്കേണ്ട സാരിയാണ്. ഇവിടെ എല്ലാവർക്കും ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ നിനക്കിത് നേരിട്ട് തരണമെന്ന് എനിക്കൊരാഗ്രഹം. അതിൻ്റെ കാരണവും നിനക്കറിയാലോ. നിനക്കും എനിക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വിവാഹത്തിൽ ഇത്തവണ ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല. നിന്റെ മുമ്പിൽ വെച്ചല്ലേ സന്ദീപും കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, എന്താണെങ്കിലും എനിക്കുറപ്പാണ് ഇതിൽ നിങ്ങൾക്കൊരു പങ്കുണ്ടെന്ന്. ഇത് കേൾക്കുന്ന അവന്തിക പുച്ഛത്തോടെ അർച്ചനയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.